ഹലോ ഗൈസ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ സന്ദർശിക്കണം. 4 ഋതുഭേദങ്ങളും അനുഭവിക്കാൻ കാശ്മീരിൽ തന്നെ പോവേണ്ടതുണ്ട്. കാശ്മീരിലെ കാലാവസ്ഥയെ അറിഞ്ഞു വേണം സന്ദർശന തീയതികൾ തീരുമാനിക്കാൻ. ശൈത്യകാലം ശരിക്കും അനുഭവിക്കണമെങ്കിൽ നവംബർ മാസം മുതൽ ജനുവരി വരെയുള്ള കാലങ്ങളിലായിരിക്കണം സന്ദർശിക്കേണ്ടത്. മരം കോച്ചുന്ന അസ്ഥി തണുത്തുറയുന്ന തണുപ്പും മഞ്ഞ് പെയ്യുന്നതും കാണണമെങ്കിൽ ഈ സീസണിൽ തന്നെ പോകേണ്ടതുണ്ട്. ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്നത് കാണണമെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കണം കാശ്മീർ സന്ദർശിക്കേണ്ടത്. ശരിക്കും പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കണം കാശ്മീർ സന്ദർശിക്കേണ്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 4 ഋതുക്കളിലും കാശ്മീർ വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കാശ്മീരിൽ അനുഭവിക്കാവുന്നതാണ്. ഞങ്ങൾ ജനുവരിയിലാണ് കാശ്മീർ സന്ദർശിച്ചത്. 3-ാം ദിവസം കാശ്മീരിലെ ബരാമുള്ള ജില്ലയിലെ ഗുൽമാർഗിലേക്കാണ് പോയത്. പ്രസിദ്ധമായ ഗോൾഫ് കോഴ്സ് ഇവിടെയാണുള്ളത്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. കുന്നിൻപുറങ്ങൾ ഇവിടെ ദൃശ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും നീളമേറിയ 2ാമത്തേതുമായ കേബിൾ കാർ ഇവിടെയാണുള്ളത്. ഗോൽക്കൊണ്ട കേബിൾ കാർ എന്നാണ് ഇതറിയപ്പെടുന്നത്. 2 ഘട്ടങ്ങളാണ് ഇവിടെ കേബിൾ കാറിനുള്ളത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത്. 1-ാം ഘട്ടത്തിന് 800 രൂപയും 2-ാം ഘട്ടത്തിന് 1000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഗുൽമാർഗിൽ നിന്ന് കോങ്ദൂറിലേക്ക് 1-ാം ഘട്ടവും കോങ്ദൂറിൽ നിന്ന് അഫർവത്ത് കൊടുമുടിയിലേക്ക് 2-ാം ഘട്ടവുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടത്തിൽ ഏകദേശം 9 മിനിറ്റും 2-ാം ഘട്ടത്തിന് ഏകദേശം 12 മിനിറ്റുമാണ് ദൈർഘ്യം എടുക്കുന്നത്. ജമ്മു കാശ്മീരിലെ പിർമഞ്ചൽ പർവ്വത നിരകളുടെ ഹൃദയഭാഗത്താണ് ഈ ഗുൽമാർഗ് ഗോൽക്കൊണ്ട റേസ് സ്ഥിതി ചെയ്യുന്നത്. 3747 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഫർവത്ത് കൊടുമുടിയിലാണ് യാത്ര അവസാനിക്കുന്നത്. യാത്രയിലുടനീളം മഞ്ഞു മൂടിയ മലനിരകളും ആൽപൈൻ മരങ്ങളുടെയും മനോഹരമായ കാഴ്ച സന്ദർശകർക്ക് ലഭ്യമാകുന്നു. അഫർവത്ത് കൊടുമുടിയിൽ സന്ദർശകർക്ക് ഹിമാലയത്തിൻ്റെ ഗാംഭീര്യം അടുത്തറിയാൻ സാധിക്കും. അസ്ഥി തുളക്കുന്ന തണുപ്പ് ഇവിടെ അനുഭവപ്പെടുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്കീയിങ്ങിലും സ്നോബോർഡിങ്ങിലും ഏർപ്പെടാം. മഞ്ഞിലൂടെ തെന്നിപ്പോകുന്ന സാഹസികതയുള്ള വിനോദമാണ് ഇത് രണ്ടും. ധാരാളം സഞ്ചാരികൾ സ്ലെഡ്ജിങ്ങിലും ഏർപ്പെടുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന ചിലർ കേബിൾ കാറിലൂടെ അല്ലാതെയും മലനിരകളിലൂടെ നടന്ന് ഇവിടെ എത്തുന്നത് കാണാവുന്നതാണ്. മഞ്ഞിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾ സംഭവിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. വളരെ മനോഹരമായ ഒരു ദിവസം ഗുൽമാർഗ് ഞങ്ങൾക്ക് സമ്മാനിച്ചു. ആഹ്ലാദത്തോടെയുള്ള ഈ അനുഭവം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീനഗറിലേക്ക് തിരിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അഫർവത്ത് കൊടുമുടിയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് കാണുന്നത്. ഇതിലൂടെ ഈ കേബിൾ കാറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. താങ്ക് യു.